ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ അടുപ്പിൽ തീയുള്ളപ്പോ നല്ല രണ്ട് വിറകിന്റെ കഷ്ണത്തിന്റെ തുമ്പിലൊരിത്തിരി തീപ്പൊരി ഉണ്ട്. സ്വാഭാവികമായും അതൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ അങ്ങോട്ട് ഊതുമ്പോ അത് കത്തും. തീപ്പൊരി ഇങ്ങനെ ആളി വരും. ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീപ്പൊരിയാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അതൊന്ന് ആളി കത്തിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഈ റമദാനിനെ നമ്മൾ കാണേണ്ടത്. ഈമാൻ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ എടുത്തു വെച്ചിട്ട് ഇസ്ലാമിക പണ്ഡിത ലോകം ചർച്ചയാക്കിയിട്ടുണ്ട്. ഉന്നത ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ ആമുഖ ചർച്ച പോലും ഈമാൻ വർദ്ധിക്കും എന്നുള്ളതാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ പറയുന്നത് അൻ റബീഉ വസാദ യസീദു ബിത്വാഅത്തി വയൻഖുസു ബിൽ മഅസിയ. ഈമാൻ നല്ല കാര്യം ചെയ്യുമ്പോൾ വർദ്ധിക്കും, തീക്കനൽ തീപ്പന്തമായി മാറുന്ന പോലെ. കുറച്ചു നേരം അതിലേക്ക് കർമ്മങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ, അമലുകളൊന്നും ചെന്നില്ലെങ്കിൽ ആ തീക്കനൽ പതുക്കെ പതുക്കെ ഈ തീപ്പെട്ടിക്കൊള്ളി ഉറച്ചിട്ട് അതിന്റെ ആ ചെറിയ കനലിങ്ങനെ 2 സെക്കൻഡ് കൊണ്ട് അത് അണഞ്ഞ് കരിക്കട്ടയായി പോകുന്ന പോലെ ഹൃദയം കറുത്തു പോകും, കരിക്കട്ടയാകും. ഒരു ചെറിയ വിളക്ക് കത്തിച്ച പോലെ ഒരു ചെറിയ തീപ്പൊരി ഹൃദയത്തിലുണ്ട്. അതിങ്ങനെ നമ്മൾ അമലുകൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും തെറ്റുകൾ എന്ന് പറയുന്ന അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനെ തടഞ്ഞു നിർത്താതെ നമ്മൾ ആ വിളക്ക് അല്ലെങ്കിൽ ആ തീയെ നമ്മൾ സൂക്ഷിക്കാതിരുന്നാൽ അത് അണഞ്ഞു പോകും. തെറ്റുകൾ ചെയ്യുമ്പോൾ കാറ്റടിച്ച് വീശുന്ന പോലെ ആ ഹൃദയത്തിന്റെ അകത്ത് ആ തീപ്പൊരി അണഞ്ഞു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിന്റെ മുഖദ്ദിമയിൽ തന്നെ ഈ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ഫത്ഹുൽ ബാരി അത് വളരെ അധികം വിശാലമായി ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. ثم تلا ويزداد الذين آمنوا إيمانا. മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കും എന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിയിട്ട് തന്നെ സമർത്ഥിച്ചിട്ടുണ്ട്. ഈമാൻ വർദ്ധിക്കും, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിക്കും. ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അത്ഭുതങ്ങളാ അധ്യായം. ഖുർആനിലെ അധ്യായം അത്ഭുതം നിറഞ്ഞ അധ്യായമാണ്. അത്ഭുതങ്ങളാണ് അധ്യായം. 3 ആയത്തേ ഉള്ളൂ. ആ ഒരൊറ്റ അധ്യായം ഓർത്ത് വെച്ചാൽ ആ അധ്യായത്തിന്റെ പ്രമേയം മതി, അത് ഓർത്താൽ മാത്രം മതി. ഖുർആനിലെ 113 അധ്യായവും വേണ്ട, ഒരാൾക്ക് നന്നാവാൻ ഈ ഒരൊറ്റ അധ്യായത്തിന്റെ പ്രമേയത്തിന്റെ കരുത്ത് മതി എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു അധ്യായമുണ്ട്. 3 ആയത്തേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഈ അധ്യായത്തിന്റെ പ്രമേയത്തിന്റെ കരുത്ത് അങ്ങനെയാണ്. വൽ അസ്ർ, കാലം തന്നെ സത്യം. എന്തൊരു വലിയ അപ്ഡേഷൻ ആണ് കാലം. അബുൽ ബസർ ആദം അലൈഹിസ്സലാം ജീവിച്ച കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അന്ന് ജീവിച്ചാലും മനുഷ്യൻ വഴികേടിൽ പോകാം. മഹാനായ മൂസാ നബിയുടെ കാലം തന്നെ സത്യം. ഇങ്ങോട്ട് എത്ര പോകുന്നത്? മഹാനായ ഈസാ നബിയുടെ കാലം തന്നെ സത്യം. എന്തൊരു വലിയ അപ്ഡേഷനാണ് ഈ ആയത്തുകൾ. അന്ന് ജീവിച്ചാലും എന്ന് ജീവിച്ചാലും കാലം തന്നെ സത്യം. കാലമുള്ളോടത്തോളം കാലം സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവർഗം ആ കാലഘട്ടത്തിലൊക്കെ പരാജയത്തില. മനുഷ്യന്റെ ബേസ് പരാജയമാണ്. നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. ഇല്ലല്ലദീന ആമനൂ, ഈമാനുള്ളവർ പരാജയപ്പെടൂല. വഅമിലുസ് സ്വാലിഹാത്ത്, അല്ലാഹ് കബൂലാക്കുന്ന അമലാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹ് കബൂലാക്കുന്ന അമലാണ് ഞാൻ ചെയ്തത് എന്ന് തീരുമാനിച്ചു ഉറപ്പിക്കാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ കൂടെ ഉണ്ടായവർ പരാജയപ്പെടൂല. അല്ലാത്തവർ മുഴുവൻ പരാജയത്തിലെന്ന് ഖുർആൻ. ഒരു വലിയൊരു വർത്തനാണിത്. വെറുതെയല്ല ഇമാം ശാഫിഈ പറഞ്ഞത്. ഈ ഒരു ആയത്തിന്റെ ചിന്ത മതി ഒരാൾക്ക്. ഖുർആനിന്റെ 113 അധ്യായങ്ങൾ മാറ്റിവെച്ചാലും ഈ ഒരു അധ്യായത്തിന്റെ ചിന്ത കൊണ്ട് ഒരാൾക്ക് നന്നാവാൻ കഴിയുമെന്ന് മഹാനായ ഇമാം ശാഫിഈ.
അള്ളാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കിയ അമലാണോ ഞാൻ ഈ പറഞ്ഞത്? അള്ളാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കിയ സ്വാലിഹായ അമലാണോ ഞാൻ ഈ യാത്ര ചെയ്തത്? അള്ളാഹു പൊരുത്തപ്പെട്ട് കബൂലാക്കിയ അമലാണോ ഞാൻ ഈ ഇരുന്ന് പ്രസംഗിച്ചത്? അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ നമുക്ക് വിധി എഴുതാൻ പറ്റുന്ന കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പരാജയപ്പെടൂല. ഇതെങ്ങനെയാ? കല്യാണ വീട്ടിൽ കവർ കൊടുക്കും, എന്നിട്ടോ നമ്മൾ ആലോചിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, ഇവിടെ എങ്ങനെയാണെന്നറിയില്ല. 1000 കൊടുക്കാലോ. അപ്പൊ കെട്ടിയോളൂ ഒരു ആ ബുക്ക് എടുത്ത് നോക്കിയേ, ഇവിടെ 500 വന്നിട്ടുള്ളൂ. അന്ന് 500 എന്തിനാവട്ടെ, ഈ ഇടങ്ങേറി ഇതിന്റെ ഇടയ്ക്കടെ കൊണ്ടുവന്ന് ആ കല്യാണവും വെച്ചു. ഈ 500 ഇപ്പൊ ഞാൻ ഇപ്പൊ എവിടെ നിന്ന് ഒപ്പിക്കാം? എന്ത് ആ പൈസ എടുത്ത് കൊടുക്കുക അല്ലേ? പ്രാവി നേർന്ന് കൊടുക്കും. എവിടെ? ഹദിയെ പോയി, സദക്കയെ പോയി, ഒക്കെ പോയി. എന്നിട്ടോ ആ കൊടുത്ത വാശിക്ക് പറയും, നിങ്ങൾ കല്യാണത്തിന് പോകണോട്ടോ എല്ലാവരും 500 കൊടുക്കണേ, വാപ്പ 500 കൊടുക്കണേ, മക്കളെല്ലാവരും പോകണം. അന്ന് വേണ്ടി രാവിലെ വീട്ടിൽ ചായയുടെ കടി ഉണ്ടാക്കില്ല. എന്തേ? ഉച്ചക്ക് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ പെൺകുട്ടിയുടെ വാപ്പാനെ കൊല്ലാൻ വേണ്ടിട്ട് ഇവിടുന്ന് കല്യാണം കൂടാൻ പോകും. എന്താ കൂലി? അതിഥി സൽക്കാരം, ക്ഷണിച്ച് ക്ഷണം സ്വീകരിച്ചെത്തുന്നത് ഒരു മര്യാദയാണ്, ഇബാദത്താണിത്. അങ്ങനെ ചെല്ലുന്നോടത്ത് ക്ഷണം സ്വീകരിക്കുന്നത് നമ്മുടെ ഫറദായ ബാധ്യതയാണ്. കൂലിയുണ്ടോ? ഹദിയ കൊടുത്തു, സന്തോഷം കൊടുത്തു, ഹദിയ കൊടുത്തു, നമുക്ക് ആ ഹദിയ കൊടുത്തതിന്റെ കൂലിയുണ്ടോ? ഇല്ല. ഫത്ഹുൽ മുഈനിലൊക്കെ പറയുന്നുണ്ട്, ഈ ആവശ്യങ്ങൾക്ക് അങ്ങും ഇങ്ങും കൊടുക്കുന്ന, പരസ്പരം കൊടുക്കുന്ന ഹദിയെ ഒരിക്കലും പകരത്തിന് പകരമായി കാണല്ലേ എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ഖാലു സുറൂരി അലാ അഖീഖൽ മുസ്ലിം അഫ്ളലുൽ അഅമാലാണ്. നിന്റെ സഹോദരനെ നീ നിന്റെ സന്ദർശനം കൊണ്ട് സന്തോഷിപ്പിക്കാവുന്നത് വലിയൊരു അമലാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കല്യാണ വീട്ടിലേക്ക് ഇവന്റെ വരവ് കാണുമ്പോൾ തന്നെ കല്യാണ വീട്ടുകാരൻ പറയും, ഒരു നിർവാഹം ഇല്ലാണ്ടല്ല പടപ്പിനെ ഞാൻ കല്യാണം വിളിച്ചത്, അവൻ കുറ്റിയും പറിച്ച് വരണ്ടോ, അവൻ വരണ്ടായിരുന്നു. ഇവിടെ ആർക്കപ്പോ കൂലി കിട്ടിയത്? ഒരു 5 ലക്ഷം രൂപയുടെ ഫുഡ് വെച്ചു, കുറെ കുഴിച്ചിട്ടു, കുറെ കളഞ്ഞു, കുറെ തിന്നു. ആർക്കവിടെ കൂലി കിട്ടിയത്? ആലോചിച്ച് നോക്കണം. ഓരോ പ്രവർത്തനത്തെയും അമലാക്കും എന്ന ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിഞ്ഞാൽ അങ്ങനെ അമല ആകുന്നോടത്താണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയാം. ഞാനീ ചെയ്തത്, ഞാൻ എന്റെ പേന എടുത്ത് ഒരാള് ഇസ്രായേലി സമൂഹത്തിൽ ജീവിച്ചിരുന്നു അത്രേ. ആളുടെ പ്രത്യേകത എന്താ? ഒരുപാട് സമ്പന്നനൊന്നുമല്ല, പക്ഷെ ആൾക്ക് സ്വർഗ്ഗ. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആള് ഒരു സൂചി വാങ്ങി. ഒരു സൂചി ഇന്നും അന്നും സൂചിക്ക് എന്തായാലും ബെൻസ് കാറിന്റെ വിലയൊന്നുമില്ല. ഒരു സൂചി വാങ്ങിയിട്ട് അയാൾ ആ സൂചി വാടകക്ക് കൊടുത്തു, സൂചി വായ്പ കൊടുത്തു. അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി ആ സൂചി വായ്പ കൊടുത്തു, വാടകക്ക് കൊടുത്തു വിട്ടു. ഓരോരുത്തർ ആവശ്യക്കാരന്റെ സൂചി ഞാൻ തരാം, സൂചി ഉപയോഗിച്ചാൽ അതിന് കിട്ടുന്ന ആ ഒരു സഹായത്തിന്റെ പേരിൽ കിട്ടുന്ന ഒരു പ്രതിഫലം തനിക്കൊരു സൂചി വാടകക്ക് കൊടുക്കാൻ, അത് വാങ്ങാനുള്ള കഴിവേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ ഒരു കാര്യം കൊണ്ട് പോലും ഒരാൾക്ക് ഒരു ഈത്തപ്പഴത്തിന്റെ കീറൽ, ഒരു പൊളിപ്പ്, അത് ദാനം ചെയ്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലും നല്ലതാവണം. ഒരുപാട് അമലല്ല സ്വർഗത്തിലേക്ക് പോവാ, ഏതോ ഒരു അമലായിരിക്കാം. അങ്ങനെ ഒരു ചുറ്റുപാടിലേക്ക് എത്തുന്ന ചിന്തയെ കുറിച്ചാണ് പറഞ്ഞത് ഈമാൻ എന്ന്. ഈമാൻ ഉണ്ടെങ്കിൽ ഇത് കൂലി കിട്ടും, കൂലി കിട്ടണം, ഞാൻ ചെയ്യുന്നത് വെറുതെ ആവരുത്. ഇങ്ങനെ ഒന്ന് നന്നാക്കി എടുക്കാൻ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരാൻ റമദാൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്കത് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ പരാജയത്തിലാണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും മനുഷ്യർ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ഈമാൻ അകത്ത് കയറിയവർ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മം ചെയ്യുന്നത് ഈമാൻ ഉള്ളി കയറിയ ശേഷം. അമലുസ് സാലിഹാത്ത് എപ്പോഴും ഈമാന്റെ ശേഷം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈമാൻ വർദ്ധിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണ് സാധാരണ പ്രവർത്തികൾ മുഴുവനും ഈമാൻ നശിപ്പിക്കാനാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. എന്നാൽ മഹാന്മാർ ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെ ചെയ്യ വഴി എന്റെ ഈമാനിൽ എന്താ വർധനവുണ്ടാവാ, ഞാൻ അവിടെ പോകുന്നത് മുഖേന എനിക്ക് എന്റെ ഈമാൻ എങ്ങനെയാ വർദ്ധിക്കാം. ഒരു മനുഷ്യനുണ്ടായിരുന്നു, ആ മഹാന്റെ ഈമാൻ വല്ലാത്ത ഈമാനാണ്.
ആ മഹാനെ പ്രശംസിച്ചുകൊണ്ട് ആ ഈമാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മലക്കുകൾ പോലും അമ്പരന്ന് പോയിട്ടുണ്ട്. ആ മഹാന്റെ ഈമാൻ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തെയാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിയെ സൃഷ്ടാവ് പരീക്ഷിച്ച ഏറ്റവും വലിയ പരീക്ഷണമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ മഹാന്റെ ഈമാനെ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവായ തമ്പുരാൻ തന്റെ സൃഷ്ടിയെ പരീക്ഷിച്ച ഏറ്റവും വലിയ പരീക്ഷണമെന്ന് പരിശുദ്ധ ഖുർആൻ. വനാദൈനാഹു യാ ഇബ്രാഹീം ഖദ് സദ്ദഖത റുയാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബി മകനെ അറുക്കാൻ പോയ രംഗമായി പറഞ്ഞത് ആ പരീക്ഷണത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. അതൊരു വല്ലാത്ത പരീക്ഷണമായിരുന്നു. അത്രയും ഈമാനുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തൽ പ്രയാസമാണ്. അഷ്റഫുൽ ഖൽഖ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും വലിയ മഹാൻ സയ്യിദുനാ ഇബ്രാഹിം. ഒന്നുകൂടി പറയൂ, സയ്യിദുനാ ഇബ്രാഹിം. 69 സ്ഥലത്ത് ഖുർആൻ മഹാന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഇബ്രാഹിം. ചെറിയ ആളല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, മഹാനായ ഹസൻ ബസ്രി തങ്ങളും മഹാനായ ലഹാഖ് തങ്ങളും ഖത്താദ തങ്ങളും അതാ തങ്ങളും ഇബ്നു ജുറൈജ് തങ്ങളും റളിയല്ലാഹു അൻഹും പ്രമുഖരായ താബിഈങ്ങൾ അവരൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നു, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കലും ഇങ്ങനെ നടക്കാണ്, അല്ലാഹുവിനെ തേടിയുള്ള നടത്തം. സഞ്ചാരങ്ങൾ മുഴുവനും അല്ലാഹുവിനെ തേടി, അല്ലാഹുവിന്റെ പൊരുത്തം തേടി. ആ മനുഷ്യൻ നടന്നതുപോലെ ആര് നടന്നു? നടന്ന കാലടയാളം പോലും അല്ലാഹു ആദരിച്ചതിന്റെ ദൃഢമായ ശിലക്ക് മുകളിൽ പതിച്ചു വെച്ച കാലടയാളമാണ്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ആ മനുഷ്യൻ നടന്ന നടത്തം അല്ലാഹു കബൂലാക്കി. ആ കാല് വെച്ചത് ഞങ്ങളുടെ നാട്ടിലുണ്ട് പാറ, 2 തരം. ഒന്ന് ദൃഢമായ പാറയും 2 ചാമപുതിയം പാറ. ചാമപുതിയം പാറ തൂമ്പ വെച്ച് കളച്ച പൊളിഞ്ഞു പോരും. ചാമപുതിയനല്ല, ദൃഢമായ പാറയല്ല, സ്വർഗത്തിന്റെ പാറ. കറുത്തൊരു ശിലയുണ്ടായിരുന്നു. ആ ശിലയുടെ പേര് മഖാമു ഇബ്രാഹിം എന്ന് ഇന്നറിയപ്പെടുന്ന ശില. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. അതിന്റെ മുകളിൽ ഈ മനുഷ്യൻ കയറി നിന്നു. ആ മനുഷ്യന്റെ കാലിന്റെ മുകളിൽ ആ പാറ ആദരവ് കൊണ്ട് അടയാളം തീർത്തു എന്നത് ഇന്ന് നമുക്ക് സാക്ഷിയാവാൻ കഴിയും. പരിശുദ്ധ കഅബയുടെ മുന്നിലുണ്ട് മഖാമു ഇബ്രാഹിം. ആ മനുഷ്യനോടുള്ള ആദരവ് കൊണ്ട് പാറ പോലും അടയാളം സ്വീകരിച്ചു. ആ കാലിന്റെ അടയാളം. ഉസ്താദേ, ആദരവ് കൊണ്ട് ഇപ്പൊ അടയാളമൊക്കെ ഉണ്ടാവുന്നേ. ആദരവ് കൊണ്ട് പാറ പൊട്ടു എന്നാ ഖുർആൻ പറഞ്ഞു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവോടുള്ള ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കുമേ. ഈ ഖുർആന്റെ അവതരണം ഒരു പർവ്വതത്തിന്റെ മുകളിലാണെങ്കിൽ അല്ലാഹുവോടുള്ള ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ? തെറിച്ചിട്ടുണ്ടല്ലോ. സൂറത്തുൽ അഅറാഫിന്റെ 143-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക قال لو تراني ولكن انظر إلى الجبل فإن استقر مكانه فسوف تراني. അല്ലാഹനെ കാണാൻ പോയി മൂസാ നബി. അല്ലാഹന്റെ പ്രകാശം فلما تجلى ربه للجبل جعله دكا. അല്ലാഹന്റെ പ്രകാശത്തിന്റെ അംശം, ആ പ്രകാശത്തിന്റെ അംശം മഹാനായ ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദർക്ക് പറയുന്നുണ്ട്, ഒരു ചെറു വിരലിന്റെ തുമ്പ് എത്രയോ അത്രയും എന്ന ഒരു അനുപാതത്തിൽ മാത്രമാണ് അല്ലാഹുവിന്റെ ദാത്തു ശരീഫിൽ നിന്നും
ആ പർവ്വതത്തിലേക്ക് അന്ന് വെളിച്ചം വീശിയ ചെറിയ പ്രകാശം അത് വന്നതോടുകൂടെ ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിച്ചു. ആ കാഴ്ച കണ്ട ചങ്കൂറ്റത്തിന്റെ പ്രതീകമായ മൂസാ നബി ആദരവ് കൊണ്ട് പർവ്വതം പൊട്ടിത്തെറിച്ചു എന്ന് ഖുർആൻ. ഈ മനുഷ്യൻ നടന്നു, ഒരുപാട് നടന്നു. ആ നടത്തത്തെ കുറിച്ച് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു അധ്യായം തന്നെയുണ്ട്. റഹിലാത്ത് ഇബ്രാഹിം. ഇബ്രാഹിം നടന്നു പോയ വഴികൾ, ഇബ്രാഹിം നടന്ന വഴികൾ, ഇബ്രാഹിമിന്റെ സഞ്ചാരങ്ങൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇപ്പോൾ നടക്കുന്നത് ഒരു കടലിന്റെ തീരത്ത് കൂടി. കടലിന്റെ തിരമാല വിളിച്ചു പറയുന്ന തസ്ബീഹ് അല്ലാഹനെ പറ്റി പറയുന്നതാ. അത് കേൾക്കാൻ കഴിയുന്ന കാതാണ് മഹാനായ ഇബ്രാഹിം. അത് ആസ്വദിക്കുന്ന മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം. കടൽ തിരമാലയിലൂടെ മഹാനവറുകൾ അതിന്റെ ഓളത്തിന്റെ താളത്തിലെ തസ്ബീഹിന്റെ ധ്വനികൾ ആസ്വദിച്ചു കൊണ്ട് പോകുമ്പോ ആ കടലിന്റെ തിരമാല അലറി വിളിച്ച് ഇപ്പോൾ കരയിലേക്ക് പ്രാപിക്കുന്ന മഹാൻ ചെന്ന് കയറി നിൽക്കുന്ന ഭാഗം ഒരു വനാന്തര പ്രദേശമാണ്. കടൽ ഇപ്പോൾ തിര തല്ലി കയറുന്നത് വനത്തിലേക്കാണ്. അവിടെയുണ്ട് ഒരു കഴുതയുടെ ശവം. ഈ തിരമാലയുടെ ആദ്യ ഭാഗത്തിൽ കിടക്കുന്നു. മഹാനവറുകൾ നോക്കിയപ്പോൾ തിരമാല അങ്ങനെ കയറി വരുന്ന കൂട്ടത്തിൽ തന്നെ ഫൈദാ മദ്ദൽ ബഹറു അകല മിൻഹ ദവാബുൽ ബഹർ. കടൽ ജീവികൾ തിരമാലയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് തിരമാല കരയിൽ തങ്ങുന്ന കുറഞ്ഞ നേരം കൊണ്ട് ഈ ശവത്തിൽ നിന്നും അതിന്റെ ചീഞ്ഞളിഞ്ഞ മാംസം കൊത്തി വലിച്ച് കടൽ ജീവികൾ അങ്ങോട്ട് തിരമാലയുടെ കൂടെ വലിഞ്ഞ് അങ്ങോട്ട് വെള്ളത്തിലേക്ക് പോകുന്നു. അടുത്ത തിരമാല വരുന്നതിന് മുമ്പേ ഈ തിരമാല അങ്ങോട്ട് പോയതിന്റെ പേരിൽ വന്യമൃഗങ്ങൾ, വിശന്നു വന്നിരിക്കുന്ന വന്യമൃഗങ്ങൾ ഈ ശവത്തിന്റെ ഇപ്പുറത്ത് നിന്ന് കഴിക്കുന്നു. അപ്പോഴേക്കും തിരമാല അങ്ങനെ അടിച്ചു കയറി വരുമ്പോഴേക്കും വന്യമൃഗങ്ങൾ ഒന്ന് പുറകോട്ട് മാറുമ്പോ തിരമാലയിലെ ജീവികൾ ഈ ഭാഗത്ത് എത്തുന്നതിന്റെയും മറ്റ് ജീവികൾ അങ്ങോട്ട് മാറുന്നതിന്റെ ഇടയിലുള്ള ഗ്യാപ്പില് പക്ഷികൾ വന്ന് മുകളിലൂടെ കൊത്തിവലിക്കുന്നു. 3 തരത്തില് 3 വശത്തുകൂടെ. മനസ്സിലായില്ല? ഈ ശവത്തെ, അതിന്റെ ജീർണിച്ച മാംസങ്ങളെ 3 തലങ്ങളിൽ, വായുവിലെ ജീവികളും കരയിലെ ജീവികളും കടലിലെ ജീവികളും ഒരേ സമയം ആഹരിക്കുന്നത് കണ്ടവിടെ നിന്ന് പോയി സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെയുണ്ട്. അള്ളാഹുവോട് ചോദിച്ച് ഈമാനില്ലാത്ത ചോദ്യമല്ല. അള്ളാഹുവേ, 3 ഭാഗങ്ങളിലേക്ക് വയറുകളിലായി നിറഞ്ഞു പോകുന്ന ഈ ശരീരത്തിനും ഒരു പുനർജീവിതമുണ്ടല്ലോ. ഈ ജീവിക്കും ഒരു പുനർജീവിതമുണ്ടല്ലോ. അല്ലാഹുവേ, റബ്ബി അരിനീ കൈഫ തജ്മഉ അജ്സാഅൽ ഹയവാനി മിൻ ബുതൂനിസ് സിബാഇ വത്തുയൂരി വദവാബിൽ ബഹർ. കടൽ ജീവിയുടെയും ആകാശത്തിലെ ജീവിയുടെയും വന്യജീവിയുടെയും വയറ്റിലേക്ക് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാംസ കഷ്ണങ്ങൾക്ക് ഇനി ഒരു പുനർജീവിതത്തിൽ പങ്കാളിത്തം എങ്ങനെ ഉണ്ട്? ഇവയെ നീ എങ്ങനെ ഒരുമിപ്പിക്കുമല്ലാ? അരിനീ, പറഞ്ഞു തന്നാൽ പോരാ, എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം അല്ലാ. എന്തേ അങ്ങനൊരു പുനർജീവിതത്തിൽ ആ മനുഷ്യന് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ അല്ലാഹുവിൽ നിന്നും അകന്നു പോകുന്ന പ്രവർത്തനങ്ങളാ. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാ. സാധാരണ പ്രവർത്തനങ്ങൾ, ഈ മഹാന്റെ സാധാരണ പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനം. ആ മഹാൻ തേടി നടന്നു, എനിക്ക് ഇനിയും അല്ലാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ എന്റെ കൺമുന്നിൽ നീ ഒന്ന് കാണിച്ചു തരണേ അല്ലാ. ഈ മഹലിന്റെ മുൻ ഖതീബല്ലേ മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി SMK തങ്ങൾ. അല്ലാഹു ഖബർ സ്വർഗമാക്കട്ടെ. ജീവിതത്തിന്റെ സൂക്ഷ്മത നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഒരു മഹാൻ 8 കൊല്ലം മുമ്പ് മഹാനവറുകൾ പറഞ്ഞു വെച്ച ഒരു കാര്യം, ഈയുള്ളവന്റെ ജീവിതത്തിൽ ഇക്കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വാചകങ്ങൾ ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടു. ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾ പറഞ്ഞു വെച്ച ഒരു വർത്താനം ഞാൻ എന്റെ കൺമുന്നിൽ ഞാൻ കണ്ടു, എന്റെ അനുഭവത്തിൽ വന്നു. തങ്ങൾ പറഞ്ഞ 8 കൊല്ലം മുമ്പ് പറഞ്ഞ ആ നാവ് പറഞ്ഞത് പൊന്നായി എന്ന് പറയുന്ന പോലെ പുലർന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു.
അങ്ങനെയുള്ള മഹാന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സംഭവ വികാസങ്ങളിലും അവർക്ക് ചിന്തകൾ അല്ലാഹുവിലേക്കുള്ള ചിന്തകളായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചതിന് ഉത്തരമാണ് അന്ന് അല്ലാഹു പറഞ്ഞതിന് പിന്നീട് ചരിത്രം പോലെ ഖുർആൻ അവതരിപ്പിച്ചു. സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال إبراهيم ربي أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فاسرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. അല്ലാഹുവേ, എങ്ങനെയാ നീ മരിച്ചവരെ ജീവിപ്പിക്കുക? അല്ലാഹു ചോദിച്ചു, വലം തുഅ്മിൻ, അങ്ങേക്ക് ഈമാനില്ലേ? അങ്ങേക്ക് ഈമാനില്ലേ? ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിറാണ് ഈമാന്റെ ഏറ്റവും അടിത്തറ. അങ്ങേക്ക് ഈമാനില്ലേ? ഖാല ബല, ഖാല ബല, ഖാല ബല, അതേ അല്ലാഹ് എനിക്ക് ഈമാനുണ്ട്, പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഉള്ളിലുള്ള ഈമാൻ അല്പമാണ്. അല്ലാഹ് നീ എനിക്കൊന്ന് നീ ജീവിപ്പിക്കുന്നത് കാണിച്ചു തന്നാൽ എന്റെ ഈമാൻ എനിക്ക് വർദ്ധിപ്പിക്കാമല്ല. നമ്മൾ പറയാറുണ്ട്, നബിയുടെ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു സ്വഹാബിയാകുമായിരുന്നു. ഇല്ല, അബൂജഹലിന്റെ കൂടെ നടക്കും, കൊടയും വടിയും പിടിച്ചു കൊടുത്തു, അല്ലാണ്ട് പിന്നെ അള്ളാഹു ഓരോന്നിലും ഓരോ സിറ് വെച്ചിട്ടുണ്ട്. നമ്മളെ പോലുള്ളവർക്ക് ഈ കാലമായിരിക്കും സ്വർഗത്തിൽ പോകാൻ നല്ലത്, അതായിരിക്കും. ആ കാലത്താണെങ്കിൽ ഒരു പക്ഷേ ആവേശമൊത്ത് അതിന്റെ കൂടെ അങ്ങ് കൂടുക. അതിനുണ്ട് ആവേശമൊത്ത് അതിന്റെ കൂടെ അങ്ങ് കൂടും. ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ കേട്ടാൽ അതിന്റെ നല്ലതും ചീത്തയും ചിന്തിക്കാതെ അതിലേക്ക് അങ്ങോട്ട് വടിയും വാക്കത്തി എടുത്തിട്ട് ആദ്യം അങ്ങോട്ട് ഇറങ്ങും. എല്ലാം കഴിഞ്ഞ തൗബയും പറ്റിപ്പോയില്ല, അങ്ങനെ കേൾക്കണോടത്തിലേക്ക് വിശ്വസിച്ചു പോകും നമ്മൾ. അങ്ങനെങ്കിൽ പണവും സ്വാധീനവും സൗകര്യവും എല്ലാ സുഖലോലുപതയും വാഗ്ദാനം ചെയ്ത അബൂജഹലിന്റെ പക്ഷപ്പുറത്ത് നിൽക്കുമ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെടാൻ മുസ്ലിമായതിന്റെ പേരിൽ പേടിച്ചരണ്ട് ജീവിക്കുന്ന പാവങ്ങൾ എവിടെയാ കൂടാ? സംഗതി നമുക്ക് എതിർപ്പില്ലെങ്കിൽ അപ്പുറേ കൂടാ. അങ്ങനെ കൂടിയ കുറെ ആളുകളുണ്ടായി, മുനാഫിഖീങ്ങൾ എന്ന് അവർക്ക് പറയാം. അവർ നരകത്തിൽ അടിത്തട്ടില്ല, അവർക്ക് ഈമാനില്ല, രൂപം കോലേ ഉള്ളൂ. അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിലാണെങ്കിൽ അന്ന് ഉറപ്പായിട്ട് നമ്മളിൽ അതുണ്ടായേനെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവോട് ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് അല്ലാഹ്, എന്റെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. ഈ ആയത്തെടുത്ത് വെച്ചിട്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ലിയത്മഇന്ന ഖൽബി അയ്യസ്ദാദ യഖീനി, എന്റെ ഉള്ളിലുള്ള ഉറപ്പ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി. ഉറപ്പാണ് ഇബ്രാഹിം നബിക്ക്, അതൊന്നുകൂടി ഉറപ്പിക്കാൻ. അങ്ങനെ ഉറപ്പിക്കാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? എല്ലാം അങ്ങനെയായിരുന്നു ആ ജീവിതം. മഹാന്മാരുടെ ജീവിതത്തിൽ ചില രഹസ്യങ്ങൾ അവർ കാണാറുണ്ട്, അത് അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ജീവിതം. ഒരു മഹാൻ ഉണ്ടായിരുന്നു, ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നൊരു മഹാൻ. ഈ ഭൂമിയിലിരുന്നു കൊണ്ട് മണ്ണിലേക്ക് നോക്കിയാൽ ഇതിന്റെ അകത്തളത്തിലുള്ള എല്ലാ പ്രാപഞ്ചിക രഹസ്യങ്ങളും ഭൂമിയുടെ ഉള്ളറ കണ്ടിരുന്ന മഹാൻ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബകമെന്നോവർ. ഖബറിൽ നിന്നും സലാം കേട്ട ആളാണ്. ഖബറകത്തിന്നും സലാമീനെ കേട്ടോവർ, ഖബറകത്തുള്ളവരോട് മോളിന്തോവർ. ചത്ത ചകത്തിന് ജീവനിടിച്ചോവർ, ചാകും കീലാശത്തെ
നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നവർ. ഓരോ കറാമത്തുകൾ കാണിക്കുമ്പോഴും അത് തന്റെ ഈമാൻ വർദ്ധിക്കാനായിരുന്നു. ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തിന്റെ രഹസ്യം കണ്ട മഹാൻ ആ രഹസ്യങ്ങളിലേക്ക് നോക്കുന്ന നോട്ടം ഈമാന്റെ ഒരു വർധനവിന് വേണ്ടിയാ. എന്തിനായിരുന്നു മിഅ്റാജ്? മക്ക പോലെയല്ല മദീന. ഒരുപാട് അമലുകൾ അല്ലാഹു ഫർളാക്കിയത് മദീനയിലാണ്. ബദർ നടന്നത് മദീനയിൽ പോയ ശേഷമാണ്. നുബുവത്തിന്റെ ഏറ്റവും പ്രയാസമുള്ള ഉത്തരവാദിത്തമുള്ളത് മദീനയിലാ. 10 വർഷം കൊണ്ടത് പൂർത്തീകരിച്ചേ പറ്റൂ. ഖുർആന്റെ ആയത്തുകളിൽ അമല് കൊണ്ടുള്ള ആഹ്വാനത്തിന്റെ മിക്കവാറും ആയത്ത് ഇറങ്ങിയത് മദീന. മക്കയല്ല ലോകത്ത് ശേഷിക്കേണ്ടത്. മദീനയുടെ നിലപാടുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണ് മദീന ലോകത്തിന് പഠിപ്പിച്ചത്. മഖ്സൂമിയ തറവാട്ടിലെ പെണ്ണ് കട്ടോടത്ത് വെച്ച് അള്ളാന്റെ ഹബീബ് പറഞ്ഞത് പൊന്നുമോള് ഫാത്തിമ കട്ടാലും കയ്യ് വെട്ടുമെന്ന് പ്രഖ്യാപിച്ചത് മദീന സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് ലോകത്തെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അത് ഖിയാമത്ത് നാൾ വരെയുള്ള പ്രഖ്യാപനമാണ്. മദീനയിലേക്കുള്ളതായ ഊർജം അത് മിഅ്റാജ് കാണലാണ്. മിഅ്റാജിലൂടെ അള്ളാന്റെ ഹബീബ് എല്ലാം കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, സംവദിച്ചു. ആ അത്ഭുതം കൊണ്ട് കിട്ടിയത് അള്ളാന്റെ ഹബീബിന്റെ ഈമാന്റെ വർധനവാണ്. അങ്ങനെയാണ് മിഅ്റാജ് കേട്ടവർക്കും ഉണ്ടായത് ഈമാന്റെ വർധനവാണ്. മിഅ്റാജിന്റെ പിറ്റേ ദിവസത്തിൽ മുനാഫിഖീങ്ങളെ നെല്ലും പതിരും വേർതിരിക്കുന്ന പോലെ വേർതിരിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ചയെ കുറിച്ച് ഹിജറ എന്ന കവിതാ സമാഹാരത്തിൽ മോയിൻ കുട്ടി വൈദ്യർ പറയുന്നുണ്ട്. കണ്ടു അഫ്ളദ് അജ്നാഹ വർക്കർ നൂറുണ്ട്, കഫനേള് പൂവയും റൈഫാൻ ഫൂതുമതിലുണ്ട്. പിണ്ടു വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിലും വിസ്താര കൗതുക കോലം കണ്ടാറൻ രാവിലും. ഒരുപാട് അത്ഭുതം കണ്ടേ. നണ്ടായി നബി ഫട്ടം കിട്ടപ്പെട്ട ആണ്ടിൽ ആദിയേ നല്ലവർ അതീഖ് മുൻ കൊണ്ട ഈമാൻ പുതുക്കിയേ. നബിക്ക് പുതിയ പട്ടം കിട്ടിയ രാത്രിയില് നല്ലവർ അതീഖ്. ആരാണ് അതീഖ്? നരകത്തിൽ നിന്നും സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച അതീഖിനെ റസൂലുള്ള വിളിച്ച പേരാണ് അതീഖ് എന്ന്. അതീഖിന്റെ ശരിയായ പേര് അബൂബക്കറിന് സിദ്ദീഖ്. നല്ലവർ അതീഖ് മുൻ കൊണ്ട ഈമാൻ പുതുക്കിയേ. ആ അതീഖ് മുൻപ് കൈകൊണ്ട ഈമാനെ ഒന്നുകൂടി പുതുക്കി സിദ്ദീഖ് എന്ന പദവിയിലെത്തി. സിദ്ദീഖ് എന്ന പദവി ഒരാൾക്ക് കിട്ടുന്നത് ജീവിതത്തിൽ കറാഹത്ത് ചെയ്യാത്തപ്പോഴാണ്. അത് എല്ലാ കാലഘട്ടത്തിലും സിദ്ദീഖ്. കണ്ണീദുസാനെ പറ്റി പറയും കറാഹത്ത് ചെയ്തിട്ടില്ല. അത് വെറുതെ പറയണമെന്നില്ല, അങ്ങനെയാണ്. മുഹീദ്ദീൻ ഷേഖ് സിദ്ദീഖ. മുഹീദ്ദീൻ ഷേഖ് ചെറുപ്പത്തില് പാല് കുടിക്കുക എന്നത് റമദാന്റെ പകലിൽ നടന്നിട്ടില്ല. റമദാൻ 1 കുഞ്ഞ് പിറന്നത്. റമദാന്റെ പകലിൽ പാല് കുടിച്ചിട്ടില്ല. സിദ്ദീഖ് എന്ന ജീവിതം ആ മഹാൻ അള്ളാഹു നിശ്ചയിച്ചതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്, ജനനത്തിലെ സിദ്ദീഖാണ്. പക്ഷേ മിഅ്റാജ് കഴിഞ്ഞപ്പോൾ സിദ്ദീഖും ബഅദ സിദ്ദീഖായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഈ തസ്ദീഖിന്റെ ഏറ്റവും വലിയ അർത്ഥ സമ്പൂർണമായ ജീവിതമായി മാറി അബൂബക്കർ സിദ്ദീഖ്. ഈമാൻ പുതുക്കിയ ആളാ മിഅ്റാജ് കേട്ടിട്ട്. എന്നാൽ കേട്ടോളൂ, ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്തിന്റെ രഹസ്യം കാണുമ്പോഴും ഈമാൻ വർദ്ധിച്ചിരുന്നു. ഇരുപ്പീനേൽ ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ആരാണിത്? ജനിച്ചപ്പോഴേ സിദ്ദീഖാണ് ഈ മഹാൻ.
ബാവാമുതുവിന്ന് കുത്തുബായി വന്നോവർ മാനം മതളിലും കേളി മികച്ചോവർ. ബാവയുടെ മുതുകിന്ന് വന്നപ്പോ തന്നെ കുത്തുബ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ചില സ്ഥലത്ത് ഇതൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും. ഇവിടെ അങ്ങനെ വിഷമമുള്ളവരില്ല. അങ്ങനെ വിഷമമുള്ളവർക്ക് വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് ഇറങ്ങാം, കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഇത് തല പോയാലും പറയും അതിനാണ് നമ്മളെ സമസ്ത പഠിപ്പിച്ചത്, അതിനാണ് കാളമ്പാടി ഉസ്താദ് കിതാബ് ഓതി തന്നത്. ഇതെവിടെയും പറയും. 8 കൊല്ലമായിട്ട് ഞാനത് ഈ കൊടുങ്ങല്ലൂർ പരിസരത്ത് പറയുന്നുണ്ട്. ആ നിലപാടിൽ മാറ്റമില്ല. സുന്നത്തമായിട്ട് പറയും, തല പോയാലും പറയും. അത് ഏത് പൂപ്പാന്റെ മുമ്പിലും നമ്മൾ പറയും. മുഹീദ്ദീൻ ശൈഖ് ഇരുന്ന ഇരിപ്പിന് 7 ആകാശത്തിന്റെ രഹസ്യം കണ്ടിരുന്നു. ഇബ്രാഹിം നബി ഇവിടുന്ന് ഇരുന്നാൽ അത് കാണുമായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. സൂറത്തുൽ അൻആം. ഇബ്രാഹിം നബിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ കഴിയുമായിരുന്നു ആകാശത്തിന്റെ രഹസ്യങ്ങൾ. വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ഗോളശാസ്ത്ര പണ്ഡിതൻ പകലിലെ സൂര്യന്റെ ചലനങ്ങളെ നോക്കിയാൽ ആ രാത്രിയിലേക്ക് എത്തിയാൽ നിലാവ് കാണുമോ ഇല്ലയോ എന്ന് പകല് പ്രവചിക്കാൻ കഴിയുമായിരുന്നു. വലിയ ഗോളശാസ്ത്രജ്ഞൻ മമ്പറം തങ്ങൾ വഫാത്തായി എന്ന് പറയാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഖദ് അല്ലാഹ ബദറുൽ ആലം. ഈ പ്രപഞ്ചത്തിന്റെ ഒരു വലിയ പരിപൂർണ അമ്പിളിയുടെ ശോഭ ഇതാ അസ്തമിച്ചു പോയേ, അത് ഉദിച്ചുയർന്നു പോയേ എന്ന് മഹാനായ ഖാദിയാർ പറഞ്ഞു. ഒരു പരിപൂർണ ചന്ദ്രൻ ഉദിച്ചസ്തമിച്ച പോലെയാ മമ്പ്രതങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു. ഖദ് അല്ലാഹ ബദറുൽ ആലം. ഉമർ ഖാദി വഫാത്തായ ശേഷം ഖദ് അല്ലാഹ ബദറുൽ ആലം എന്ന വാക്കെടുത്തിട്ട് അതിന്റെ അഭിജത കൂട്ടി നോക്കിയപ്പോ മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷ കാണിക്കുന്നത്. മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷം അറബിയിൽ എത്രയോ, അല്ലെങ്കിൽ ആ കലണ്ടർ വർഷം അതേതോ, അതാണ് ഉമർ ഖാദി ഇപ്പൊ പറഞ്ഞ ഈ അറബി വാചകത്തിന്റെ അഭിജത, അക്ഷരങ്ങളുടെ അഭിജത കണക്കെടുത്ത് കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയ ഉത്തരം മമ്പറം തങ്ങൾ വഫാത്തായ ഹിജറ വർഷം. അത്രയും വലിയ ഗോളശാസ്ത്രജ്ഞൻ എന്ത് പറഞ്ഞാലും ഗോള പറയൂ. മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ, ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ. അസറൻസ്കാരത്തിന്റെ സമയം നിഴലടി കണക്ക് നോക്കിയിട്ട് എപ്പോഴെന്ന് പറയാൻ പ്രയാസപ്പെട്ടവരുടെ മുന്നിൽ ആ ഗോളശാസ്ത്രജ്ഞൻ പറഞ്ഞു, മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ, ഈ ഇടവമീനം കർക്കിടത്തിൽ താസിയ. ചിങ്ങം തുല അഖദാമുദൈനി പത്തര. മേടത്തിലും ചിങ്ങത്തിലും ശരാശരി 6 അടി നീളമുള്ള മനുഷ്യന്റെ നിഴലിന് 8 അടി നീളം വന്നാൽ അയസറായി എന്നതിനർത്ഥം. മേടം വച്ചിങ്ങം രണ്ടിലും സമാനിയ, ഈ ഇടവ മീനം കർക്കിടത്തിൽ താസിയ. ഇടവത്തിലും മീനത്തിലും കർക്കിടത്തിൽ എത്തിയാൽ താസിയ ആവണം. താസിയ എന്ന് പറഞ്ഞാൽ 9 അടി നീളം. 6 അടി നീളമുള്ള ആളുടെ നിഴല് 9 അടി നീളമായി കഴിഞ്ഞാൽ അയസറിന്റെ സമയമായി. അസർ നിസ്കാരത്തിന്റെ സമയത്തിൽ ചെറിയൊരു ഇഷ്കാൽ ഫിഖ്ഹിലുണ്ട്. അതുകൊണ്ടാണ് മദ്ഹബിൽ രണ്ടും 2 സമയമായത്. ഹനഫി മദ്ഹബ് ഒരു 5 മണിയിലേക്ക് എത്തിച്ചിട്ട് അസർ നിസ്കരിക്കാം. ഷാഫിഈ മദ്ഹബിന്റെ സമയത്തെ വിട്ട് പിന്തിപ്പിച്ചു. എന്നിട്ടോ ഉമർ ഖാദിയാർ ഇങ്ങനെ പാടി, ഹദൻ നിസാബു ഖദിസ്തവാ മിൻ യസ്ലി ഹത്താ ലിശത്വാ ഖാല ഖാദി ഇബ്നു അലി. ഈ കണക്ക്, ഈ നിഴലിന്റെ കണക്ക് ഞാൻ പറഞ്ഞത് മിൻ യസ്ലി, ഏഴിമല മുതൽ ഹത്താ ലിശത്വ, അത് ചേറ്റുവ വരെയാണ്. അതായത് ഭൂമിയുടെ ആസ്ട്രോണമിക്കലും ജോഗ്രഫിക്കലുമായ മെത്തേഡിൽ ഇതുപോലെ പറയാൻ ഗോളശാസ്ത്രജ്ഞന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞു.